ഞങ്ങളിപ്പോൾ പാരാസൈലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഉടുപ്പിയിലെ മാൽപ്പി ബീച്ചിൽ പോയ സമയത്ത് അവിടെ ടൈം തീർന്നുകൊണ്ട് മാത്രം എനിക്ക് അവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ ഞങ്ങൾ കോളത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പാരാസൈലിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്, എന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ നൈസായിട്ട് സോപ്പിട്ടൊന്നും ഉണ്ടാവില്ല, സേഫാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സോപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള അഡ്വഞ്ചേഴ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് എൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വഞ്ചേഴ്സിനെല്ലാം ഇതിനെല്ലാത്തിനും തുടക്കം ഇടുക ബുജിയാണ് കേട്ടോ. ബുജിയാണ് ഇങ്ങനെ ആദ്യമേ പറയുക അതിൽ കയറുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് അതിനുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നത് ബുജിയുടെ ഇതാണ് കേട്ടോ. ബുജിയാണ് അങ്ങനെ എല്ലാം ഞങ്ങളെ ചെയ്യാറുള്ളത്. അച്ഛൻ എന്നോട് ആദ്യം കയറിക്കോളാൻ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ധൈര്യം തരാൻ വേണ്ടിയിട്ട് മനുവച്ചേനെ ഞങ്ങളുടെ കൂടെ ബോട്ടിൽ വന്നത്. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് ഭയങ്കര പേടിയായിരുന്നു അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ പോയി വന്നതിന് ശേഷം അവൻ അഭിപ്രായം മൊത്തം മാറ്റി. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അത്. കിച്ചുവിന് പിന്നെ പേടിയുണ്ടായിരുന്നില്ല, അവനും ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അവർ രണ്ടാളും ഒരുമിച്ചാണ് പോയത്, ഞാൻ ഒറ്റയ്ക്കും. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ട് 2500 റുപ്പീസാണ്. നമ്മളെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 200 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം. നമ്മളെ ഫസ്റ്റ് ഒരു സ്പീഡ് ബോട്ടിൽ വേറൊരു ബോട്ടിലേക്ക് കൊണ്ടുപോട്ടോ. ഇതിന് നമ്മുടെ കയ്യിലൊരു ഗോപ്രോ തരും നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും തന്നിരുന്നു. അപ്പം എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അവർ അയച്ച വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഈ വീഡിയോ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. പക്ഷേ ഇത് മെയ് 10 വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഉള്ള വിഷ്വൽസ് ഞങ്ങളുടെ കയ്യിലുള്ള വീഡിയോ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വെച്ച്. അപ്പോൾ ആ വീഡിയോ ഇനി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് വേറൊരു ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഇതൊക്കെ പേടിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, പേടി നമ്മളെ എവിടെ എത്തിക്കില്ല. നമ്മൾ പേടി കാരണം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള പല മൊമെൻറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എല്ലാവരും പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഓടി വായോ.